നിങ്ങൾ വാർത്ത കൊടുത്തു, ഏഷ്യാനെറ്റ് അങ്ങനെ വാർത്ത കൊടുത്തിരുന്നു. അത് മാത്രമേ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കും. അന്വേഷിച്ച് ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. വെറും എം എൽ എ ആകെ 3 എം എൽ എമാരാണല്ലോ. ചരിത്രം 3 പേര് ഞങ്ങൾ പറഞ്ഞല്ലോ. യഥാർത്ഥ പ്രതിപക്ഷം അവരാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കാണിച്ചു തരാമോ? ഇല്ല, നിങ്ങൾ കാണിച്ചു തരും. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ എൻ്റെ മേയർ ജോലി നോക്കി പോകും. അപ്പോൾ പിന്നെ അതേപോലെ നയിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കില്ല. ഞാൻ കോർപ്പറേഷൻ നിലപാടല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ രാവിലെ വാർത്ത കണ്ട് അത് വായിച്ച ഡീറ്റെയിൽസ് നോക്കിയിട്ട് പറയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നല്ല ചരിത്രപരമായ വിജയമാണ്. 2 കേന്ദ്രമന്ത്രിമാരടക്കം 3 പേർ. പക്ഷേ ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? അദ്ദേഹം അതിനകത്തോടെ എം എൽ എ ആയതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊരു സീനിയോറിറ്റിയൊക്കെ നോക്കുമ്പോഴും മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അവർക്കായിരുന്നില്ല, അവരിൽ ആരെങ്കിലും ആവണ്ടേ? ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ ഏറ്റവും സീനിയർ ഞാനല്ലല്ലോ. ഈ കോർപ്പറേഷനിലെ കൗൺസിലർ ഏറ്റവും സീനിയർ ഞാനല്ല. അധ്യക്ഷൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷനല്ലേ പ്രഖ്യാപിച്ചത്? അല്ലെങ്കിൽ കോൺഗ്രസിനെ ലീഡ് ചെയ്തത് വി ഡി സതീശൻ, LDF-നെ ലീഡ് ചെയ്തത് പിണറായി വിജയൻ, സ്വാഭാവികമായിട്ട് ബി.ജെ.പിയെ ലീഡ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ നിയമസഭാ കക്ഷി നേതാവായിട്ട് ഒന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വരണം, അല്ലെങ്കിൽ മുരളീധരൻ വരട്ടെ. ഇത് എന്നാര് പറഞ്ഞു? അല്ല, സ്വാഭാവികമായിട്ടതല്ലേ. അല്ല, രാജീവ് ചന്ദ്രശേഖറാണല്ലോ കേരളത്തിൽ ഞങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഇപ്പോഴും ഗോകുമാർ സാറിന് ഉൾപ്പെടെ ലീഡ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖറാണല്ലോ കേരളത്തിൽ. ഗോകുമാർ സാറിന് രാജീവ് ചന്ദ്രശേഖറാണ് പ്രഖ്യാപിച്ചത്. ഗോകുമാർ സാറിന് പ്രഖ്യാപിച്ചത് ആരാണ്? അപ്പൊ പിന്നെ അതേപോലെ നയിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കില്ല. ഒരാളിനെ ലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ രാജീവ് ചന്ദ്രശേഖർജി ആണോ? ഞാൻ 3 എം എൽ എ ആവുന്ന ആദ്യമല്ലേ? 3 എം എൽ എ ആവുന്ന ആദ്യമുണ്ട്. സീനിയോറിറ്റി പ്രശ്നമാണെങ്കിൽ എനിക്ക് മേയറാവാൻ പറ്റുമോ? എന്നെക്കാൾ 4 ഞാൻ 2ാമത്തെ തവണ ജയിക്കുന്നതാണ്. എന്നെക്കാൾ 5 6 തവണ ജയിച്ചവരുണ്ട് ഇവിടെ. അല്ല, ബി.ജെ.പിയുടെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉള്ള സഭയിൽ ഏറ്റവും സീനിയർ ആളാണോ? ഞാൻ പേര് പറയുന്നില്ല, അങ്ങ് ആലോചിച്ച് നോക്കൂ. സഭയിലെ ഏറ്റവും സീനിയർ ആളാണോ മുഖ്യമന്ത്രി? ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ പാർട്ടിയിലുള്ള ഏറ്റവും സീനിയർ ആളാണോ? ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാനും ഒരുമിച്ച് യുവമോർച്ച പ്രവർത്തിച്ചിട്ടുള്ളതാണ് ബി.ജെ.പി. നിങ്ങൾ വാർത്ത കൊടുത്തു, ഏഷ്യാനെറ്റ് അങ്ങനെ വാർത്ത കൊടുത്തിരുന്നു. അത് മാത്രമേ ഞാൻ കണ്ടു. ഞാനതിലില്ല കോർ കമ്മിറ്റിയിൽ. ഞാൻ കോർ കമ്മിറ്റിയിലില്ല. ഞാൻ കോർ കമ്മിറ്റി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അതിൻ്റെ തൊട്ട് താഴത്തെ ഘടകത്തിലേ ഉള്ളൂ. കോർ കമ്മിറ്റിയില്ല. മേയർ പറയുന്നുണ്ട്, മേയർ അതിൽ അംഗമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മേയർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് മേയറിന് പറയാം. UDF-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് അങ്ങ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ചോദിക്കാൻ ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മേയർ പറഞ്ഞിട്ടുണ്ട്. ഏത്? വി ഡി സതീശനും KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയൊക്കെ നിന്ന സമയത്തും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കാണിച്ചു തരാമോ? ഇല്ല, നിങ്ങൾ കാണിച്ചു തരൂ. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ എൻ്റെ മേയർ ജോലി നോക്കി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കാണിച്ചു തരും. ഞാൻ ഇത്രയും പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തുന്ന ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി അതിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണിച്ച ഇപ്പം ഇവരെ മുമ്പ് വെച്ചിട്ട് മൊബൈലുണ്ടെങ്കിൽ കാണിച്ചു തരും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ബി.ജെ.പിയുടെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് വളരെ ദീർഘവീക്ഷണത്തോടെ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തിയാണ് പാർലമെൻ്ററി പാർട്ടി ലീഡറിനെയും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുന്നത്. അതിൽ ഒരു കാര്യത്തിലും യാതൊരു തരത്തിലുള്ള ആശങ്കയുടെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ ബി.ജെ.പി നേതൃത്വം ചെയ്യുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടാകും. ചെയ്യാതിരിക്കുന്നുവെങ്കിലും അതെന്തെങ്കിലും കാരണമുണ്ടാകും. ഏത് കാര്യം? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ജനറലൈസ് ചെയ്താണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു കാരണം ഉണ്ടാവും. ഇപ്പം ദേശീയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം മുന്നോട്ട് പോയപ്പോഴേക്കും അഖിലേഷ് യാദവ് എന്താണ് പാർലമെൻറ്റിൽ ചോദിച്ചത്? ഇത്രയും ദിവസം നീളുന്നില്ലെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അമിത്ഷാജി അതിന് കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. അപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏറ്റവും നല്ല തീരുമാനമായിരുന്നല്ലോ. എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ഒരു അഖിലേന്ത്യാ അധ്യക്ഷനെ തീരുമാനിച്ചിട്ടുള്ളത്. 45 വയസ്സുള്ള ഒരാളിനെ രാജ്യം ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ
അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് നരേന്ദ്രമോദി എന്താ പറഞ്ഞത്, നിതിൻ നവീൻജി എൻ്റെ ലീഡറാണ്. ഇത്രയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുള്ളൊരു പാർട്ടി എൻ്റെ ഉള്ളൂ. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നിയമസഭയിൽ ഒരു MLA ആയിരിക്കാനാണ്. വെറും MLA ആകെ 3 MLA ചരിത്രം 3 പേര് ഞങ്ങൾ പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതിപക്ഷം അവരാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവ് അവിടെ ഒരു MLA ആയിട്ട് മാത്രമേ ഇപ്പം തൽക്കാലം ഇപ്പോൾ MLA ആയിരിക്കും ചെയ്യാൻ നിർവാഹമുള്ളൂ. ഭരണം കിട്ടുമ്പോഴേക്കും അടുത്ത ഘട്ടം ആലോചിക്കും. ഭരണം കിട്ടുന്ന ഘട്ടം ഇപ്പോൾ ഒരു MLA ആയിട്ട് 5 വർഷം നന്നായിട്ട് പെർഫോം ചെയ്യും. അതോടൊപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ളവർക്ക് വരാൻ പോകുന്ന സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളവർക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പുകളും നടത്തും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് ക്ഷേത്രവുമായി അടുത്തിടപെടുന്ന കൊട്ടാരവുമൊക്കെ അടുത്തിടപെടുന്നവർ തന്നെയാണ് ആ സ്വർണം പോയതിന് പിന്നിലെന്നാണ് പറയുന്നത്. എന്താണ് കോർപ്പറേഷന്റെ നിലപാട്? കോർപ്പറേഷൻ്റെ നിലപാടല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ രാവിലെ വാർത്ത കണ്ട് അത് വായിച്ച ഡീറ്റെയിൽ ഒക്കെ നോക്കിയിട്ട് പറയാം. കോർപ്പറേഷൻ അതിൽ നിലപാടെടുക്കാനായിട്ട് പ്രധാനപ്പെട്ട കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പോകണം. ഞാൻ ഇന്ന് രാവിലെയും പോയി തൊഴുതിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ പോകാറുണ്ട്. അതിൽ കോർപ്പറേഷൻ്റെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ആ വാർത്ത വായിച്ചു. അത് കുറച്ചുകൂടി അന്വേഷിച്ച് അടുത്ത പത്രസമ്മേളനത്തിൽ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ ഒരുപാട് കോർപ്പറേഷൻ പക്ഷേ അനധികൃതമായിട്ട് പൈസ പിരിവുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയില്ല, അതിപ്പോൾ റെയിൽവേ ഭാഗത്ത് പോയി 4 മണിക്കൂറൊക്കെ വരുമ്പോൾ അവിടെ 240 രൂപ ഒരു ബൈക്കിന് പോലും ഇടാത്തുണ്ട്. കോർപ്പറേഷന്റെ പരിധിയും കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അല്ലല്ല, ഇക്കാര്യത്തിൽ അങ്ങ് സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. നിങ്ങൾ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ എമൗണ്ടൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പല പരാതികളും വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കും. ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. അത് ഓരോന്നായിട്ട് കോർപ്പറേഷൻ്റെ സ്വത്ത് വകകൾ, കോടിക്കണക്കിന് രൂപയുടെ കോർപ്പറേഷൻ്റെ സ്വത്ത് വകകൾ പലരും ഇതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ കോർപ്പറേഷൻ്റെ സ്വത്ത് തറവാട് സ്വത്താക്കി മാറ്റിയിട്ടുണ്ട്. ചിലർ കോർപ്പറേഷൻ്റെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ അനധികൃതമായി പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഞങ്ങൾ ഇടപെടും. ഇതിലൊക്കെ തന്നെ പൂട്ടുവീഴും 1 by 1 ആയിട്ട്. പക്ഷേ ഞങ്ങളൊരു പ്രശ്നമുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും, ഒരു ഭരണസമിതി ചെയ്യുമ്പോഴേക്കും നിയമപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൂടി നടത്തിയിട്ടേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓരോരോ കോടതികളിലും കേസായിട്ട് കെട്ടിക്കിടക്കുകയും ഇവർ ഇതൊക്കെ കൂടുതൽ കാലം വച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ നടപടിയെടുക്കും. ഇതൊക്കെ അവസാനിപ്പിക്കും. കാരണം ഒരു വലിയ പൈസയാണ് സാധാരണക്കാരന് പോലും അവിടെ താങ്ങാൻ പറ്റാത്ത. അല്ല, അങ്ങ് പറയുന്നതിൽ ഒരുപാട് ശരിയുണ്ട്. അത് പക്ഷേ ഒരു കുറേ കാലമായിട്ട് വന്ന ഒരു കീഴ്വഴക്കം, ഞങ്ങൾ ആ കീഴ്വഴക്കങ്ങളൊക്കെ ഓരോന്നായിട്ട് അവസാനിപ്പിച്ച് വരികയാണ്. ഒരു ആശങ്കയും വേണ്ട, പരിഹരിക്കും. ടച്ചല്ലായെന്ന് തോന്നുന്നു. അത്യാവശ്യമൊക്കെ ആയിട്ട് ശരി. ബാക്കി അടുത്ത ദിവസം കാണാം.